നമസ്കാരം. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം പ്രതിസന്ധിയിലാവുന്നു. വിതരണ കരാറുകളുടെ പണിമുടക്ക് 3 ആഴ്ച പിന്നിട്ടതോടെയാണ് റേഷൻ കടകളിൽ അരി വിതരണം പ്രതിസന്ധിയിലാവുന്നത്. നിലവിലുള്ള സ്റ്റോക്ക് ഉടൻ തീരും. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിടേണ്ടി വരുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക റേഷൻ കടകളിലും ഏതാനും ചാക്കാരി മാത്രമാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ 3 ആഴ്ചയും വിതരണം ചെയ്തത് നേരത്തെയുള്ള സ്റ്റോക്കിൽ നിന്നുള്ള അരികളാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകളിൽ നിന്ന് സപ്ലൈകോയുടെ NFSA ഗോഡൌണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും അരി എത്തിക്കുന്ന വിതരണ കരാറുകാരുടെ പണിമുടക്കാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നേരത്തെയുള്ള ഭീമമായ കുടിശ്ശിക തീർക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനുവരി 1 മുതൽ കരാറുകാർ സമരം പ്രഖ്യാപിച്ചത്. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുൻഗണന വിഭാഗത്തിനുള്ള അരി വിതരണം കൂടെ മുടങ്ങുമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികൾ കൂടി അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേതന പരിഷ്കരണമടക്കം ആവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചത്. ഇതും റേഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിസന്ധിയാകും. റേഷൻ വിഹിതം മാത്രം ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരെയാണ് നിലവിലെ പ്രതിസന്ധി സാരമായി ബാധിക്കുന്നത്. 2 മാസമായി റേഷൻ കട വ്യാപാരികൾക്ക് ഒരു നയാ പൈസ വേതനമായി ലഭിച്ചിട്ടില്ലെന്നും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടുവെന്നും ഇതേ തുടർന്നാണ് സൂചന സമരമെന്നുമാണ് കമ്മിറ്റിയുടെ പ്രതികരണം. സമരവുമായി ബന്ധപ്പെട്ട ഭക്ഷ്യവകുപ്പിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സംഘടനാ നോട്ടീസ് നൽകിയിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.